അപ്പോൾ ഈ വീഡിയോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അത്രയും ഒരു എന്താ പറയുക, നെഞ്ഞെടുപ്പോടെ നമ്മൾ കണ്ടിട്ട് അവസാനം ഒരു ആശ്വാസം കിട്ടിയ വീഡിയോ. നമ്മൾ ആ മാതാപിതാക്കൾ ഒരു ഭാഗ്യം ചെയ്ത അമ്മയാണല്ലേ. കാരണം ഒന്നാലോചിച്ച് നോക്കിയ അമ്മൻ്റെ മുന്നിൽ ആ കുട്ടിയെ ബസ്സിൻ്റെ അടിയിൽ പെട്ടിട്ടുള്ള അവസ്ഥ. ഓ, ആലോചിക്കാൻ വയ്യ അല്ലേ. സ്വന്തം മക്കളെ നമ്മളെ കണ്ണുമുന്നിൽ വെച്ച് അപകടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഓർക്കാൻ കഴിയാത്തൊരു സംഗതിയാണല്ലേ. പടച്ചറബ് എല്ലാവരെയും കാക്കട്ടെ. ആ ബസ് ഓടിച്ച ഡ്രൈവർ പോലും കയ്യും കാലും വിറച്ചിട്ട് 2 ദിവസം ബസ് ഓടിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതങ്ങ് നേരിട്ട് കണ്ട അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവർ നമ്മളവരെ കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കൗതുകമുള്ള സംഗതികൾ കണ്ട് അവരങ്ങോട്ട് പായും, അല്ലെങ്കിൽ അവരതിലേക്ക് ആകർഷിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തമിട്ടൊക്കെ പായും. അപ്പോൾ മക്കളൊക്കെ നല്ല ശ്രദ്ധിക്കുക. റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ മാക്സിമം സൈഡ് നോക്കിയിട്ട് മക്കളെ വലത് ഭാഗത്താക്കിയിട്ട് നടക്കുക. റോഡിൻ്റെ വലതുവശത്ത് കൂടെ നടക്കുക, മക്കളെ വലതുവശത്ത് ചേർത്ത് നടക്കുക. അതുപോലെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതേപോലെ ഓട്ടോ ഒക്കെ വിളിച്ച് വന്ന് ഇറങ്ങുമ്പോൾ എന്താക്കും, നമ്മൾ ഓട്ടോക്ക് ക്യാഷൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കാരും കുട്ടികളെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ റോഡ് മുറിച്ചിരുന്ന് ഓടും, അല്ലെങ്കിൽ അവരങ്ങോട്ട് ഓടും. അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ ഇറങ്ങിയിട്ട് കുട്ടികളെ നമ്മളെ പൈസ ഒക്കെ കൊടുക്കാനൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മക്കളെ ഇറക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.